തഗ് ലൈഫ് ഇന്ന് റിലീസായ തമിഴ് സിനിമയാണ്. എല്ലാവർക്കും അറിയാം, കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. മണിരത്നം കമൽഹാസൻ കോമ്പിനേഷൻ 38 വർഷങ്ങൾക്ക് എന്തോ ശേഷം ചെയ്യുന്ന സിനിമയാണ്. ഇത് അവരുടെ ടിപ്പിക്കൽ ഒരു സ്റ്റോറി പരിപാടിയൊക്കെ തന്നെയാണ്. അതായത് ഒരു ഗ്യാങ്സ്റ്റർ വേൾഡിലെ കഥയാണ്. കമൽഹാസൻ്റെ ക്യാരക്ടറും ചിമ്പുവിൻ്റെ ക്യാരക്ടറും തമ്മിലുള്ള ആത്മബന്ധവും പിന്നെ ഈ ഗ്യാങ്സ്റ്റർ വേൾഡിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. 2 മണിക്കൂർ 50 മിനിറ്റാണ് ഡ്യൂറേഷൻ. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ ട്രെയിലറൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കായിരുന്നു. ആദ്യത്തെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊള്ളായിരുന്നു. ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനിലൂടെയാണ് തുടങ്ങുന്നത്. സ്ഥിരം പരിപാടിയൊക്കെ ആണല്ലോ, ഒരു രസമായിട്ടുള്ളൊരു ഷൂട്ട് ഔട്ട് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി. പക്ഷെ പിന്നെ അങ്ങോട്ട് ഒരു 15 മിനിറ്റിനൊക്കെ ശേഷം അങ്ങോട്ട് നമുക്ക് പരിപാടി മനസ്സിലാവും. ഇത് ഭയങ്കര സ്ലോ ആണെന്ന് മനസ്സിലാവും. സ്ഥിരം കഥ, സ്ഥിരം കഥയെന്ന് ഓൾറെഡി അറിയാം. പക്ഷേ ആ സ്ക്രീൻ പ്ലേയിൽ ഒരു പുതുമയില്ലാതെ ഒരേ കാര്യം തന്നെ അങ്ങ് കാണിച്ച് ഇൻ്റർവെൽ വരെ പോവാണ്. നമ്മളിതിനു മുമ്പത്തെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ചെക്കച്ചിവന്ന വാനത്തിലും ഒക്കെ കണ്ടുള്ളത് അതേ പരിപാടി. റൊട്ടീൻ ഗ്യാങ്സ്റ്റർ ടെംപ്ലേറ്റ് മൂവി. അങ്ങനെ ഇൻ്റർവെൽ വരെ പോയി അത്ര സ്ലോ ആയിട്ട് അങ്ങനെ ഇരുന്ന് കാണുവാണ്. ഇൻ്റർവെല്ലിലെ സീനൊക്കെ നമ്മൾ പണ്ട് തൊട്ട് മലയാളത്തിലും ഒക്കെ കണ്ടുള്ളൊരു സീനാണ്. കൊക്കയായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു സീനൊക്കെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ട്രാക്ക് മാറി. അങ്ങ് മൊത്തത്തിലൊരു വൻ ദുരന്തം സെറ്റപ്പായി സെക്കൻഡ് ഹാഫ്. ഒന്നിനും കൊള്ളാത്ത കുറേ സീൻസും ഒരു അനക്കവും ഇല്ലാത്ത കഥയും. സെക്കൻഡ് ഹാഫിൻ്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ തന്നെ ഒരു 95% കാര്യങ്ങളും തീർന്നു. സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നത്. ബാക്കി 5% എന്തെങ്കിലും പുതുമ വന്നാലേലും കൊള്ളാം. ഇത് ഒന്നുമില്ല. പിന്നുള്ള ആ ഒരു മണിക്കൂർ 1.25 മണിക്കൂറാണ് ബാക്കി ഈ 5% കാര്യങ്ങൾ കാണിക്കുന്നത്. അത്രയും വലിപ്പിച്ചാണ് കാണിക്കുന്നത്. സിനിമയിൽ ആകെയുള്ള പോസിറ്റീവ് ഇതിൻ്റെ വിഷ്വൽസാണ്. എനിക്ക് എസ്പെഷ്യലി വിഷ്വൽസ് മാത്രമേ തോന്നിയുള്ളൂ. വിഷ്വൽസ് അടിപൊളിയാണ്, കളർ ഗ്രേഡിങ്ങും അടിപൊളിയാണ്, കൊള്ളാം. ബാക്കിയെല്ലാം എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കൊക്കെ വൻ അധപ്പതനമാണ്. ഇതിൽ ചില സീനൊക്കെ ഭയങ്കര മോശമാണ്. ഈ മണിരത്നമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര മോശമാണ്. എസ്പെഷ്യലി ചിമ്പുവും കൃഷയും കൂടെ ഒരു ബീച്ച് സൈഡിലൊരു സീൻ, അതേപോലെ തന്നെ കമൽഹാസനും അഭിരാമിയും കൂടെ ബീച്ച് സൈഡിലൊരു സീൻ. അതൊക്കെ അൺസഹിക്കബിൾ പരിപാടികളാണ്. പിന്നെ ഇവർ മറ്റേ പുതുമ കാണിക്കാനും ഈ മോട്ടിവേഷൻ കൊടുക്കാനും ഒക്കെ കുറേ ഐറ്റംസ് അങ്ങനെയുണ്ട്. കമൽഹാസൻ്റെ വക സ്ത്രീകൾക്ക് മറ്റേ എഡ്യൂക്കേഷൻ വേണമെന്നുള്ള സാധനമൊക്കെ ഈ സിനിമയുടെ ഞാൻ പറഞ്ഞില്ല 15 മിനിറ്റ് വരെ നന്നായിട്ട് വന്നിട്ട് ഫസ്റ്റ് പാടുന്നൊരു സീൻ തന്നെ ഒരു എ ക്ലാസ്. ഇവരുടെ ഇൻട്രൊഡക്ഷൻ, ഈ ഗ്യാങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, പ്രസൻറ്റ് ഡേയിൽ ഇൻട്രൊഡക്ഷൻ തന്നെ ഭയങ്കര തോൽവിയാണ്. ഒരു ലോജിക്കും ഇല്ലാതെ ഒരു അതിനോടൊന്നും ഒട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാരണത്തൊക്കെ പെട്ടെന്ന് അങ്ങനത്തെ ഒരു കാരണം ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു ഇൻസിഡൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവിടെ തൊട്ടേ നമുക്ക് മനസ്സിലായി ഇവർ ഒട്ടും മാറിയിട്ടില്ലെന്ന്. സിനിമ കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ദുരന്തം, ഒരു എ ക്ലാസ്, ഒരു ഫസ്റ്റ് ക്ലാസ് ദുരന്തം കണ്ട ഒരു ഫീലിലാണ് ഇറങ്ങിയത്. ഒരു നല്ലതും പറയാനില്ല. വിഷ്വൽസ് കാണാം, അത് കാണാനാണ് നമുക്കിപ്പോൾ പല വഴികളുണ്ട് നല്ല വിഷ്വൽസ് കാണാൻ. അല്ലാതെ വേറെ ഒരു കാര്യമില്ല. വെറുതെ പൈസ കളയണ്ട, OTT വന്നാൽ സമയവും കളയണ്ട. ഒന്നിനും കൊള്ളാത്തൊരു ദുരന്തമാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 1/5 ആണ്.